ക്രൈസ്തവ സഭയോട് ഏറ്റുമുട്ടലിനില്ല എന്ന് BJP നേതൃത്വം. PC ജോർജിന്റെയും ഷോണിന്റെയും വിമർശനം കോർ കമ്മിറ്റിയിൽ ചർച്ചയായി. വിമർശനം സഭയ്ക്കെതിരെയല്ല, ദീപികയ്ക്കെതിരെയാണെന്നാണ് കോർ കമ്മിറ്റിയിൽ ഷോൺ ജോർജ് വിശദീകരിച്ചത്. പാർട്ടി എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ പാർട്ടി വിശദീകരണം എന്താണെന്ന് വിശദീകരിക്കാൻ പറഞ്ഞു. കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു, കമ്മിറ്റിയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. സഭയോട്ട് പ്രശ്നങ്ങളില്ലല്ലോ അല്ലേ, ഞാൻ പറഞ്ഞല്ലേ, ഞങ്ങൾ ദീപികയ്ക്കെതിരെ ഒരു ആക്ഷേപം പറഞ്ഞു. ആ ആക്ഷേപം ശരിയാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് അല്ലേ. അത് എന്തുകൊണ്ട് പറഞ്ഞു? ഇലക്ഷൻ്റെ അന്ന് പോലും മനഃപൂർവ്വമായി ഒരു പാർട്ടിയെ കോൺട്ര ചെയ്യുന്ന വാർത്തകൾ വന്നപ്പോൾ അതിനെതിരെ പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ആ പത്രത്തിന് സഭയുടെ മുഖപത്രം എന്നൊരു പേരുണ്ട്. അപ്പോൾ ആ ക്യാപ്ഷനിൽ നിന്നുകൊണ്ട് ഇത് പറയരുത് ഞാൻ പറഞ്ഞുള്ളൂ. പാലക്കാട്ടെ വോട്ടിന് നോട്ട് ആരോപണത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ കടുത്ത വിമർശനവും ഉയർന്നു. വിവരങ്ങളുമായി വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. വിനേഷ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ രണ്ട് വിഷയങ്ങൾ, അതിലൊന്ന് ഷോൺ ജോർജിന്റെയും PC ജോർജിന്റെയും വിമർശനം. അതിൽ ഷോൺ നമ്മളോട് നേരിട്ട് പ്രതികരിച്ചപ്പോഴും പറയുന്നത് സഭ വേറെ, ദീപിക വേറെ. അപ്പോൾ എന്റെ വിമർശനം സഭയ്ക്കെതിരെയല്ല, ദീപികയ്ക്കെതിരെയാണ്. സഭയുടെ മുഖപത്രം എന്ന നിലയിൽ ദീപികയെ ഞാൻ കണക്കാക്കുന്നേ ഇല്ല എന്നായിരുന്നു. ഇത് തന്നെയാണ് കോർ കമ്മിറ്റിയിൽ വിശദീകരിച്ചതെന്ന് പറയുന്നത്. പക്ഷെ ഒരു കാരണവശാലും ക്രിസ്ത്യൻ സഭയെ പിണക്കുന്ന ഒരു തലത്തിലേക്ക് പോകാൻ BJP ആഗ്രഹിക്കുന്നില്ല എന്നതൊന്ന്. മറ്റൊന്ന്, ഈ ശോഭാ സുരേന്ദ്രനെതിരെ കടുത്ത വിമർശനം ഈ മീറ്റിംഗിൽ ഉയർന്നു എന്ന് പറയുന്നു. ഇതിനു മുമ്പ് പുറത്തുനിന്ന് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രനെ പോലെ ഉള്ളവരായതുകൊണ്ടാണ് ഇത് പാർട്ടി കാര്യമായി ഗൗനിക്കാത്തതെന്ന്. ക്രിസ്ത്യന, നമുക്കറിയാം സഭയും ദീപികയും രണ്ടും രണ്ടല്ല. കാരണം കത്തോലിക്ക സഭയുടെ മുഖപത്രം എന്ന് തന്നെയാണ് ദീപിക അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാലും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ദീപികയെ മാത്രം എതിർക്കുന്നു എന്ന് പറയുന്നതിൽ അതിലൊരു യുക്തിയില്ലായ്മ തോന്നുന്നുണ്ട്. കാരണം ദീപികയുടെ നിലപാടിനപ്പുറം, ദീപിക എന്ന പത്രത്തിനപ്പുറത്തേക്ക് അതിൻ്റെ എഡിറ്റോറിയലിന് കൃത്യമായ സഭയുടെ നിലപാട് തന്നെയാണുള്ളത്. സഭയ്ക്ക് BJPയോടുള്ള ഇപ്പോഴുള്ള ഒരു അകൽച്ചയും ആ ഒരു വിമർശനവും തന്നെയാണ് ദീപിക മുഖപ്രസംഗമായാലും അല്ലെങ്കിൽ മറ്റുള്ള എഡിറ്റോറിയൽ പേജിലെ മറ്റുള്ള ലേഖനങ്ങളിലൂടെ എല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീപികയോട് മാത്രമാണ് എതിർപ്പുള്ളത്, സഭയോടില്ല എന്ന് BJPയും അതുപോലെ തന്നെ PC ജോർജ് ആയാലും ഷോൺ ജോർജ് ആയാലും ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. മറ്റൊന്ന്, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൽക്കാലം സഭയുമായി ഒരു പിണക്കത്തിന് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് BJP കോർ കമ്മിറ്റിയിൽ ഭൂരിഭാഗം അംഗങ്ങളും ആവശ്യപ്പെട്ടത്. കാരണം സഭ പലയിടത്തും BJPയുമായി സഹകരിക്കുന്നുണ്ട്. പല സഭകളും, അത് കത്തോലിക്ക സഭ മാത്രമല്ല മറ്റ് പല സഭകളും BJPയുമായി സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് സഭയുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് പോകേണ്ടതില്ല, ദീപികയിൽ വന്നിരിക്കുന്ന ലേഖനങ്ങളെ തൽക്കാലത്തേക്ക് വിമർശിച്ചാൽ മതി എന്നുള്ളൊരു നിലപാട് തന്നെയാണ്. ഒപ്പം തന്നെ ഈ PC ജോർജിൻ്റെയും ഷോൺ ജോർജിൻ്റെയും വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും വിമർശനമുണ്ടായി. കാരണം അവർ സഭയോട് ഇത്തരത്തിൽ ഒരു സമീപനവുമായി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി അവിടെ ഉയർന്നിട്ടുണ്ട്. സഭയുമായി എന്തായാലും നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഭാവിയിൽ സഭയുടെ ഒരു പിന്തുണ ആവശ്യമാണ് എന്ന് തന്നെയാണ് BJP കോർ കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പാലക്കാട് നമുക്കറിയാം വോട്ടിന് നോട്ട് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇതെല്ലാം തന്നെ ശോഭയ്ക്കെതിരെയും വലിയ വിമർശനം ഉയരാൻ കാരണമായിട്ടുണ്ട്. ക്രിസ്റ്റിന, ശരി, എന്തായാലും ഷോണിന്റെ ആ ഒരു തിയറി, അത് വേ ഇത് റേ എന്നുള്ളത് നിലനിൽക്കില്ല എന്നാണ് കോർ കമ്മിറ്റി പറയുന്നത്. അത് മാത്രമല്ല, സഭാധ്യക്ഷന്മാർ തന്നെ അതിനെതിരായി രംഗത്ത് വന്നപ്പോൾ സഭയെ പിണക്കിക്കൊണ്ട് ഒരു കാരണവശാലും കേരളത്തിൽ BJPക്ക് മുന്നോട്ട് പോകാൻ ആവില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ്. അതുകൊണ്ട് സഭയുമായി ഒരു പോരിനില്ല എന്ന് തന്നെയാണ് കോർ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.